ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടീനെ ഭയങ്കര പ്രതീക്ഷയോടെ ആയിരിക്കും കാണുന്നത്. ഈ കുട്ടിയുടെ അടുത്ത സ്റ്റേജൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും പേരൻസ് പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഓട്ടിസം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ ഓട്ടിസം എന്ന് പോലും അറിയാത്ത പാരൻസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് മെത്തേഡ്, ഒരു സെഷൻസും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞില്ല അല്ലെങ്കിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ കടന്നു പോകുന്നൊരു ട്രോമയുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, റീസെൻ്റായിട്ട് നമ്മുടെ സൂയിസൈഡ്സിൻ്റെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കൊന്നുകളഞ്ഞിട്ട് മരിച്ചു പോകുന്ന പാരൻസിൻ്റെ എത്രയോ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം അത്തരം പാരൻസിനെ, അത്തരം കുട്ടികളെയൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇപ്പോഴും പ്രാപ്തമായിട്ടില്ല. കാരണം സമൂഹത്തിന് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ വരാനിരിക്കുന്നു. ഇപ്പോഴും കുറേ ഇനിഷ്യേറ്റീവ്സൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു ഘടകമാണ്. അപ്പം പാരൻസിനെ അത് അവെയർ ചെയ്യിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരൻസിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അവയർനെസ് കൊടുക്കുക, ഈ കുട്ടി എങ്ങനെയൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഏകദേശം ഒരു ധാരണ കൊടുക്കുക. പക്ഷെ പലപ്പോഴും നമ്മൾ പറയണ പോലെ ആയിരിക്കണം എന്നില്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ കുട്ടിയും ബിഹേവ് ചെയ്യുക. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഓരോ സമയത്തും ഓരോ സ്റ്റേജിലും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.